പരീക്ഷകളുടെ സുതാര്യതയ്ക്കായി വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അട്ടിമറിച്ച് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പയറ്റുന്നത് തരം താഴ്ന്ന രാഷ്ട്രീയം. വിഷയങ്ങളിൽ പരിഹാരം കാണുന്നതിന് പകരം സമരം ഹൈജാക്ക് ചെയ്ത രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ കളിപ്പാവകളായി മാറ്റുന്ന പ്രതിപക്ഷ നീക്കങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തി. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി മുൻനിർത്തിയുള്ള ചർച്ചകളെ സ്വാർത്ഥ രാഷ്ട്രീയത്തിനായി ഹൈജാക്ക് ചെയ്യുകയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും. സമരത്തിന്റെ മറവിൽ അരാജകത്വം സൃഷ്ടിച്ച രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പ്രതിപക്ഷ കക്ഷികളുടെ കപടമുഖവും ഇരട്ടത്താപ്പും രാജ്യത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. പഞ്ചാബിലെ പാട്യാലയിലും ഖന്നയിലും പ്രക്ഷോഭകരെ അടിച്ചമർത്തുന്ന ആം ആദ്മി പാർട്ടിയും കേരളത്തിൽ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തിയും ജലപീരങ്കിയും പ്രയോഗിക്കുന്ന കോൺഗ്രസും ഡൽഹിയിൽ സഹതാപ നാടകം കളിക്കുകയാണ്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ആയുധമാക്കുന്നത് ദൗർഭാഗ്യകരമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷം വൻതോതിൽ കൃത്രിമ ജനരോക്ഷം നിർമ്മിച്ചെടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ ഏതൊരാശങ്കയും കേൾക്കാനും പരിഹരിക്കുവാനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പ്രതിപക്ഷത്തിന്റെ ഇത്തരം ഭ്രമിപ്പിക്കുന്ന നീക്കങ്ങളെ തള്ളിപ്പറഞ്ഞ രാജ്യത്തെ യുവത്വം വികസനത്തിന്റെയും രാഷ്ട്ര നിർമ്മാണത്തിന്റെയും പാതയിൽ അണിചേരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. प्रधानमंत्री मोदी जी के नेतृत्व में हमारी सरकार विद्यार्थियों और नौजवानों की आकांक्षाओं को पूरा करने और उनके कल्याण के प्रति पूरी तरह से प्रतिबद्ध है और हमारे छात्रों की हर चिंता को सुनना और उसका समाधान करना ये हम सबकी जिम्मेदारी है। मुझे पूर्ण विश्वास है कि भारत के जागरूक, परिपक्व और हमारे विवेकशील नौजवान ऐसे भ्रामक प्रयासों को भली भांति समझते हैं और वे प्रगति, विकास तथा राष्ट्र निर्माण के ही वो मार्ग को चुनेंगे। मैं पूरी तरह से आश्वस्त हूँ. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളെപ്പോലും സ്വന്തം രാഷ്ട്രീയ അജണ്ടയ്ക്കായി ഹൈജാക്ക് ചെയ്യുന്ന പ്രതിപക്ഷത്തിന്റെ തരം താഴ്ന്ന തന്ത്രങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ പൊളിഞ്ഞു വീഴുകയാണ്. ജനം, ഡൽഹി.